ഇത് ഹൽക്കിന്റെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, ഇത് അയൺമാന്റെ അൺലിമിറ്റഡ് ലൈറ്റ്നിങ് എക്സ്പ്രസ്. ഇവർ തമ്മിൽ വലിയൊരു ട്രെയിൻ മത്സരം ഇന്നിവിടെ നടക്കുകയാണ്. നമുക്ക് നോക്കാം ഈ വലിയൊരു മത്സരത്തിൽ ഹൽക്കിന്റെ ട്രെയിൻ ആണോ അയൺമാന്റെ ട്രെയിൻ ആണോ ജയിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് പകരം മറ്റൊരാൾ ജയിക്കുമോ? അപ്പൊ എന്തായാലും മത്സരത്തിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോ. ഓ കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ്. എന്തായാലും ഇനി കുറച്ച് സമയം ടി വി കാണാം. ടി വിയിൽ എന്തെങ്കിലും നല്ല പരിപാടി ഉണ്ടാവും, നമുക്ക് എന്തായാലും വെച്ചോക്കാം. അല്ല, ടി വിയിൽ എന്താണ് ഒരു ന്യൂസ്? എന്തൊക്കെയോ കല്ലുകളൊക്കെ ആണല്ലോ. അടിയില് മാജിക്കൽ പവർ കോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കേട്ടോക്കാം. സിറ്റിയിൽ 2 വിചിത്രമായ മാന്ത്രിക പവർ കോർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കുറച്ച് സയന്റിസ്റ്റുമാരും പോലീസുകളും കൂടി അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരു കോർ പച്ചയും മറ്റേത് ചുവപ്പുമാണ്. ആ കോർ വളരെയധികം പവർഫുൾ ആയതിനാൽ ആരുടെയും കയ്യിൽ എത്തിച്ചേരാതിരിക്കാൻ സയന്റിസ്റ്റുമാർ ശ്രമിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് പവർ കോർ കിട്ടിയാൽ ഉടനെ തന്നെ പോലീസുകൾക്ക് ഏൽപ്പിക്കുക. നന്ദി. എന്തോന്ന് പവർ കോറോ? ഇത് എന്തോന്നാണ് സാധനം? എനിക്ക് തോന്നുന്നത് എന്തോ പവർഫുൾ ആയിട്ടുള്ള മാജിക്കൽ ക്രിസ്റ്റൽ ആണെന്ന്. ഇതിലൊന്ന് പച്ചയും മറ്റേത് ചുവപ്പുമാണ് കേട്ടോ. നമ്മക്കെന്ത് വേണം? നമ്മൾക്ക് നമ്മളെ പണി നോക്കി പോവാം. എന്തോന്ന് മാജിക്കൽ പവർ കോറോ? എന്തായാലും എനിക്ക് തന്നെ വേണം ആ മാജിക്കൽ പവർ കോർ. എന്നിട്ട് വേണം ഈ സിറ്റിയിലെ ഏറ്റവും പവർഫുൾ ആവാൻ. പെട്ടെന്ന് പോണം, ഇല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്തോണ്ട് പോകും. നടന്നോണ്ട് പോയാ ഇപ്പൊ എന്തായാലും എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കാണുന്ന ട്രെയിനിൽ തന്നെ പോകാം. അയ്യോ, എന്തായാലും ഞാൻ പെട്ടെന്ന് പോട്ടെ. മാജിക്കൽ പവർ കോറോ? കൊള്ളാല സാധനം. എന്തായാലും അത് എനിക്ക് തന്നെ വേണം. ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പേ ഞാൻ തന്നെ പോയി എടുക്കട്ടെ. എന്തായാലും പെട്ടെന്ന് പോണം. പെട്ടെന്ന് പോകാൻ വേണ്ടി എന്റെ ഈ ട്രെയിൻ ഉപയോഗിക്കാം. ഇനി ആ മാജിക്കൽ പവർ കോർ എനിക്ക് സ്വന്തം. അത് കിട്ടിയിട്ട് വേണം ഈ സിറ്റിയിലെ ഏറ്റവും പവർഫുൾ ആവാൻ. അയ്യോ, ഇതെന്താണ്? അയ്യോ, എന്തോന്നാണ് ഇപ്പൊ സംഭവിച്ചേ? ഇതെന്തോന്നാണ്? ഹൽക്കിന്റെ ട്രെയിനോ? അയ്യോ ഹൽക്ക്. ഹൽക്കേ, എന്തെങ്കിലും പറ്റിയോ? അതെ, താൻ എന്ത് പണിയാണ് കാണിച്ചത്? എന്റെ ട്രെയിന് മുഴുവനായി നശിച്ചു. അതിപ്പോ എന്റെ ട്രെയിൻ നശിച്ചില്ലേ? അതെ, നിന്റെക്കാളും അടിപൊളി ട്രെയിന് എന്റേതാണ്. അത്രക്കായോ? എന്നാ വാ, നമുക്കൊരു മത്സരം വെക്കാം. അങ്ങനെയാണോ? എന്നാ ശരിടാ, ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാണ്ട്. ഓക്കെ ബൈ. ഓക്കേടാ ഹൽക്കെ, എനിക്കും പോകാനുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്ന് പോട്ടെ. ഞാനും എന്തായാലും പെട്ടെന്ന് പോട്ടെ. എനിക്ക് ആ മാന്ത്രിക പവർ കോർ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതേ കൂട്ടുകാരെ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. എന്താടോ? ആ മാന്ത്രിക പവർ കോറെ ആരെങ്കിലും കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്ക് തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. അതെ, അത് ശരിയാണ്. എത്രയും പെട്ടെന്ന് നമ്മളത് കണ്ടുപിടിക്കണം. അപ്പൊ കൂട്ടുകാരെ, വാ, നമുക്ക് പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാം. ആരെങ്കിലും ആ പവർ കോർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ എനിക്ക് തന്നെ അത് കണ്ടുപിടിക്കണം. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. എന്റെ ഈ ട്രെയിൻ ഇവിടെ വെച്ച് ഞാൻ തന്നെ ഇറങ്ങി കണ്ടുപിടിക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പേ ആരെങ്കിലും അത് കണ്ടുപിടിക്കും. ശരി, ഞാൻ എന്തായാലും അത് കണ്ടുപിടിക്കാൻ പോട്ടെ. അയ്യോ, തളർന്നു. ഇത് എവിടെ കൊണ്ടായാണ് വെച്ചിട്ടുള്ളത്? ഇനിയിപ്പോ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവുമെന്തോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബിൽഡിംഗ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അങ്ങനെ ഞാനൊരു ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഷടാ, ഇങ്ങനെ പോയാൽ അത് എനിക്ക് കിട്ടില്ല. നമുക്ക് നോക്കാം. ഇതിന്റെ മുകളിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒരു പച്ച സാധനം കണ്ട്. ഇവിടെ ഉണ്ടല്ലോ. യെസ്, ഇതന്നെ ഞാൻ ആ ന്യൂസിൽ കണ്ട സാധനം. ഓഹോ, ഇനിത് എനിക്ക് സ്വന്തം. ഇത് ഭയങ്കര പവറാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? എന്തായാലും ഇന്ന് ഞാനും ആ അയൺമാനും തമ്മിൽ ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് പവർ കോറ് ആ ട്രെയിനിൽ ഘടിപ്പിക്കണം. യെസ്, എന്നാൽ വിജയം എനിക്ക് തന്നെ. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ സാധനം എനിക്ക് ഘടിപ്പിക്കാൻ അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ആ ജാക്കിന് ഇതെല്ലാം അറിയാം. അപ്പോ ആ ജാക്കിന് കൊണ്ടുപോയി ഈ സാധനം കൊടുക്കാം. ഓക്കെ, അങ്ങനെ ജാക്കിന്റെ വീടെത്തി. ഇനി പവർ കോറ് ജാക്കിന് കൊണ്ടുപോയി കൊടുക്കാം. ജാക്കേ. ഇതാരാടാ? ഓ ഹൽക്കേ, എന്താടാ? ജാക്കേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സഹായം വേണമായിരുന്നു. സഹായോ? എന്ത് സഹായം? അതെ, പിന്നുണ്ടല്ലോ, എന്റെ കയ്യിലൊരു മാജിക്കൽ പവർ കോർ ഉണ്ട്. അപ്പൊ നീ എനിക്കത് എന്റെ ട്രെയിനിൽ ഫിറ്റ് ആക്കി തരണം. മാജിക്കൽ പവർ കോറോ? ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. നീ എനിക്കതൊന്ന് കാണിച്ചേ. അതാ ജാക്കേ, ഇതാണ് ആ സാധനം. ഓഹോ, അപ്പൊ ഇതാണ് മാജിക്കൽ പവർ കോർ അല്ലേ? അപ്പൊ ഈ സാധനം ഞാൻ നിന്റെ ട്രെയിനിൽ ഫിറ്റ് ആക്കി തരണം അല്ലേ? ഓക്കേടാ, അതിനെന്താ, നീ എന്തായാലും ഇപ്പൊ പോയിക്കോ, ഞാൻ ഇത് ഫിറ്റ് ആക്കി തരാം. ഓക്കെടാ ജാക്കേ, താങ്ക് യു. യെസ്, അപ്പൊ ഞാൻ എന്റെ മാന്ത്രിക പവർ കോറ് ജാക്കിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ബാക്കി കാര്യം അവന് നോക്കിക്കോളൂ. അയ്യോ, ഇതുവരെ എനിക്ക് ആ മാജിക്കൽ പവർ കോർ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ അതെങ്ങനെയാ കിട്ടുക? ഒരു മിനിറ്റ്, ഇവിടെ ഒരു റെഡ് കളർ ഒരു സാധനം ഉണ്ടല്ലോ. ഇനിയിപ്പോ ഇതന്നെയാണോ ആ സാധനം? നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം. ഇതന്നെയാ മാജിക്കൽ പവർ കോർ. യെസ്, അപ്പൊ എനിക്ക് ആ സാധനം കിട്ടി. ഇനി നമുക്ക് ഇതെങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. ഞാൻ എന്തായാലും വെടിവെച്ച് നോക്കട്ടെ. അയ്യോ, ഇത് കൊള്ളുന്ന പോലും ഇല്ലല്ലോ. നമുക്ക് എന്തായാലും നമ്മളെ മിസൈൽ എടുക്കാം. ഇല്ല, ഇത് പൊട്ടുന്ന മാത്രം ഇല്ല. ശരി, നമുക്ക് എന്തായാലും അവസാനമായ ഒരു മിസൈലും കൂടി വിട്ടുവെക്കാം.
ആഹാ അടിപൊളി ഇപ്പോൾ വീണു. ഇനി നമുക്ക് പെട്ടെന്ന് ഈ പവർ കോർ എടുത്തു പോകാം. ഇതിന് വെച്ച് എന്തെങ്കിലും ഗുണമുണ്ടോന്ന് വെച്ചാ ഒരു മിനിറ്റ്, ഇന്ന് വൈകുന്നേരമല്ലേ ഹൽക്കും ഞാനും തമ്മിലുള്ള മത്സരം. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിലേക്ക് അത് ഫിറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ഇത്തരം സാധനങ്ങളൊന്നും ട്രെയിനിലേക്ക് ഫിറ്റ് ചെയ്യാൻ അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ ജാക്ക് ഉണ്ടല്ലോ, അവന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര അറിവാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവനോട് കാര്യം പോയി പറയാം. ഓക്കെ, ഞാനിപ്പോ ജാക്കിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല ഒരു മിനിറ്റ്, ഇവിടെ എന്താണ് ഹൽക്കിന്റെ ട്രെയിന്? ഞാനും അവനും തമ്മിൽ നേരത്തെ ക്രാഷ് ആയതല്ലേ? എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്തായാലും നമ്മളെ കാര്യം നോക്കാം. അതെ ജാക്കേ, ഇതാരടാ പിന്നെയും? അയൺമാനെ നീയോ? എന്താടാ അയൺമാനെ? അതെ ജാക്കേ, പിന്നുണ്ടല്ലോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? അതെ, പിന്നുണ്ടല്ലോ എൻ്റെ കയ്യിലൊരു മാജിക്കൽ പവർ കോർ ഉണ്ട്. അപ്പൊ നീ അത് എനിക്ക് എൻ്റെ ട്രെയിനിൽ ഫിറ്റ് ആക്കി തരണം. അപ്പൊ ദാ ഈ കാണുന്നതാണ് ആ പവർ കോർ. അപ്പൊ ഇതാണ് നീ എൻ്റെ ട്രെയിനിൽ ഫിറ്റ് ആക്കേണ്ടത്. ഓക്കെ, അപ്പൊ ശരി, ഞാൻ എന്തായാലും വരാം. ഓക്കെടാ ആൻമാനെ, ഞാൻ എന്തായാലും ഇത് ഫിറ്റ് ആക്കി വെക്കാട്ടോ. യെസ്, അങ്ങനെ ജാക്കിനോട് കാര്യം പറയും. ഇനി ആ മത്സരത്തിൽ ഞാൻ തന്നെ വിജയിക്കും. അല്ല ഇതെന്തോന്നാണ്? ഹൽക്കും വന്നു അയൺമാനും വന്നു, അതും രണ്ടാളുടെയും പവർ കോറും കൊണ്ട്. ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്നാലും ഈ പവർ കോർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അല്ല ഒരു മിനിറ്റ്, ഇത് ഞാൻ നേരത്തെ കണ്ട ന്യൂസിലത്തെ ആ സാധനമാണോ? നമുക്കൊന്ന് നോക്കി നോക്കാം ഗൈസ്. അതെ ഗൈസ്, ഇതിൽ പച്ചയുണ്ട് ചുവപ്പുണ്ട്. അതേമാതിരിയുള്ള സാധനമാണ് അത്. അപ്പൊ ഇവരെ കയ്യിലാണോ ആ പവർ കോർ കിട്ടിയിട്ടുള്ളത്? അതെ, എനിക്ക് തോന്നുന്നു ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടെന്ന്. അപ്പൊ ഇവര് ചീറ്റിംഗ് ചെയ്യാൻ നോക്കുകയാണല്ലേ? ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് തന്ന ഈ 2 കോറും ഞാൻ എന്റെ കാറിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാനും ഈ മത്സരത്തിൽ പങ്കെടുക്കട്ടെ. അപ്പൊ എന്തായാലും ഞാൻ ജയിക്കും. അതെ ജാക്കേ, ഇതാരാണ്? അയൺമാനെ നീയോ? എന്താടാ? അതെ ജാക്കേ, ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിൽ അത് ഫിറ്റ് ആക്കിയോ? ആടാ, അത് ഞാൻ എന്തായാലും ഫിറ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നീ എന്തായാലും അത് എടുത്ത് പോയിക്കോ. ഓക്കെടാ ജാക്കേ, താങ്ക് യു. അങ്ങനെ എന്റെ ട്രെയിൻ റെഡിയായി. ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് എടുത്ത് പോട്ടെ. ഇന്നത്തെ മത്സരത്തിൽ ഞാൻ തന്നെ വിജയ്. ജാക്കേ നിക്കടാ അവിടെ. ഇതാരാണ് വീണ്ടും? ഹൽക്കാണോ? എന്താണ്? അതെ ജാക്കേ, ഞാൻ നേരത്തെ തന്ന സാധനം ഫിറ്റ് ആക്കിയോ? അതാ ഫിറ്റ് ആക്കി വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പോയിക്കോ നീ. താങ്ക്യൂടാ ജാക്കേ, ഞാൻ എന്തായാലും പോവാട്ടോ. യെസ്, അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ ഞാൻ തന്നെ വിജയ്. ഇപ്പൊ തന്നെ ഇവര് മത്സരമൊക്കെ തുടങ്ങാറായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പെട്ടെന്ന് പോട്ടെ, എന്നിട്ട് വേണം ഇവരെ തോൽപ്പിക്കാൻ. അങ്ങനെ റെയിൽവേ ട്രാക്കിലേക്ക് എത്തി. എവിടെ പോയി അയൺമാനി? എനിക്കാണെങ്കിൽ ജയിക്കാൻ മുട്ടിട്ട് വയ്യ. ഞാൻ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യട്ടെ. ഹൽക്കപ്പ നേരത്തെ എത്തിയല്ലോ. ഞാൻ എന്തായാലും എത്തിയല്ലോ. ഇന്നത്തെ മത്സരത്തിൽ ഞാൻ തന്നെ വിജയിക്കും. ഹൽക്കേ. അയൺമാനെ, നീ എത്തിയല്ലേ? അപ്പൊ വാ, മത്സരം തുടങ്ങാലേ? അങ്ങനെ അങ്ങ് തുടങ്ങാൻ വരട്ടെ. ഞാനുണ്ട് മത്സരത്തിൽ. അതാരടാ? അതെ, ഞാൻ തന്നെ. ഞാനും എത്തിയിട്ടുണ്ട്. ജാക്കേ, നീയോ? നീ മത്സരത്തിലോ? എന്തേ, എനിക്ക് മത്സരിച്ചൂടെ? അതിനെന്താടാ ജാക്കേ, നീ മത്സരിച്ചോ? അപ്പൊ എന്തായാലും തോൽക്കാനേ നീയും കൂടി ആവല്ലോ. നമുക്ക് നോക്കാം. ശരി, വാ മത്സരം തുടങ്ങാം. ഇന്ന് ദാ സിറ്റിയിൽ ട്രെയിൻ മത്സരം. ടെസ്റ്റ് നമ്പർ 1 ഹൽക്കിന്റെ ട്രെയിൻ. ടെസ്റ്റ് നമ്പർ 2 ജാക്കിന്റെ കാർ. ടെസ്റ്റ് നമ്പർ 3 അയൺമാന്റെ ട്രെയിൻ. അപ്പൊ ദാ മത്സരം തുടങ്ങാം. 3, 2, 1 ഗോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ മുന്നിലായി. ഇവരെന്താ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? ഞാൻ എന്തായാലും പെട്ടെന്ന് പോട്ടെ. അയ്യോ, ഈ ഹൽക്ക് മുന്നിൽ പോയല്ലോ. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഇങ്ങനെ പോയാ ഞാൻ ജയിക്കില്ലാന്ന് തോന്നുന്നു. പെട്ടെന്ന് പോ. അവരെങ്ങനെ മുന്നിലോട്ടേക്ക് പോയി. ഇനിയിപ്പോ എന്റെ അവസരം. ഇനിയിപ്പോ ഞാൻ എന്തായാലും മാജിക്കൽ പവർ കോറിന്റെ പവർ ഓൺ ആക്കട്ടെ. അയ്യോ, എന്തൊരു സ്പീഡാണ്. അയ്യോ, ഞാൻ എന്തായാലും പെട്ടെന്ന് പോട്ടെ. ഇനിയിപ്പോ ഞാൻ വിജയിക്കും. ചേടാ, ഈ ഹൽക്ക് മുന്നിലോട്ടേക്ക് പോയല്ലോ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ജയിക്കാനാണ്? ഞാൻ അങ്ങനെ ഹൽക്കിന്റെ അടുത്തേക്ക് എത്താറായി. വാ. അയ്യോ, പെട്ടെന്ന് പോ. അയ്യോ, ഇതിനൊടുക്കത്തെ സ്പീഡാണ്. പ്രശ്നമില്ല, എന്തായാലും ഈ മത്സരത്തിൽ ഞാൻ തന്നെ വിജയിക്കും. അവിടെയല്ലേ അയൺമാനും ഹൽക്കും? ഞാൻ അങ്ങനെ അവരെ കടത്തി. അങ്ങനെ ഈ മത്സരത്തിലെ വിജയ് ഞാൻ തന്നെയായി. അയ്യോ, ഇവൻ എന്തൊരു പോക്കാണ് പോയത്. ഇവൻ ജയിച്ചല്ലോ. സ്പീഡിൽ പോയതാ ജാക്കല്ലേ? ഇവൻ ജയിച്ചോ? ജാക്കേ. എന്താണ്? അല്ല, നീ എങ്ങനെയാണ് ഈ മത്സരത്തിൽ പെട്ടെന്ന് ജയിച്ചത്? അത് സിമ്പിളാണ്. അത് ഞാനേ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ജയിച്ചത്. അപ്പൊ നീ നമ്മളെ ചതിച്ചതാണല്ലേ? ഇത് ചതിയൊന്നല്ല, നിങ്ങൾ തല്ലി പിടിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. എന്താണ് നമ്മളെ തെറ്റ് നമുക്ക് മനസ്സിലായി ജാക്കേ. അപ്പൊ താങ്ക് യു. ശരിടാ. അപ്പൊ എന്തായാലും ഞാൻ ഈ പവർ കോറെ പോലീസിനെ ഏൽപ്പിച്ച് വരാട്ടോ. ശരിടാ ജാക്കേ. അതെ സാറേ, നിങ്ങളുടെ പവർ കോറെ എന്റെ കയ്യിലുണ്ട്. അപ്പതാ ഈ പവർ കോറ് പിടിച്ചോ. ജാക്കേ, അത് നിന്റെ കയ്യിലുണ്ടായിരുന്നോ? അത് എനിക്ക് കിട്ടി. അപ്പതാ അത് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു ജാക്കേ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ആ പവർ കോറ് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.